ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. അതുപോലെ കഥാസാഗരത്തിന് സമയമായി. അതുപോലെ ഞാൻ ബോണി എത്തിയിരിക്കുകയാണ് കഥയുമായിട്ട്. കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആരംഭിക്കാം. അതിനു മുമ്പ് 2-3 വാക്കുകൾ ഈ പരിപാടിയെക്കുറിച്ച്. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. കഥ മാത്രമല്ല, അവസാനം കുറച്ച് വർത്തമാനവുമുണ്ട്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന കഥ കടുവയുടെ കൗശലം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നെടുത്ത ഹിതോപദേശ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വൈകണ്ട, കഥ ഞാൻ തുടങ്ങിക്കളയാം. ഒരു കിണറിൽ ധാരാളം തവളകൾ പാർത്തിരുന്നു. അവർക്കൊരു രാജാവുണ്ടായിരുന്നു. പക്ഷേ രാജാവ് ഒരു മരം മണ്ടനായിരുന്നു. പാരമ്പര്യമായി ലഭിച്ചതായിരുന്നു അവൻ ആ രാജപദവി. അതുകൊണ്ട് തന്നെ പ്രജകളിൽ പലർക്കും രാജാവിനോട് തീരെ കൂറുണ്ടായിരുന്നില്ല. എപ്പോഴും അവർ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തുകയും രാജാവിനെ പരസ്യമായി എതിർക്കുകയും ചെയ്തു വന്നു. അതിൽ മനംനൊന്ത രാജാവ് ഒരു ദിവസം കിണർ വിട്ട് പുറത്തുപോയി. തൻ്റെ ശത്രുക്കളോട് എങ്ങനെ പ്രതികാരം ചെയ്യണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കരിമൂർഖൻ ഇഴഞ്ഞു പോകുന്നത് രാജാവ് കണ്ടു. പെട്ടെന്ന് രാജാവിനൊരു ഉപായം തോന്നി. അദ്ദേഹം ആ കരിമൂർഖനെ സമീപിച്ചിട്ട് പറഞ്ഞു, താങ്കളെ കാണാനിടയായതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ അങ്ങയുമായി സൗഹൃദ ബന്ധം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. മൂർഖൻ അത് കേട്ട് പൊട്ടിച്ചിരിച്ച്, അത് ശരി, നീ തവള, ഞാൻ പാമ്പ്, നമ്മൾ നിത്യശത്രുക്കളാണ്, നമ്മൾക്കെങ്ങനെ സുഹൃത്തുക്കളാകാനാകും? തവള നിരാശനായില്ല. ഞാൻ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ്. താങ്കളുടെ സഹായമുണ്ടെങ്കിൽ എനിക്കതിലൊരു പരിഹാരമുണ്ടാകുമായിരുന്നു. മാത്രമല്ല താങ്കൾക്കും അത് ഗുണകരമായിരിക്കും. തവള രാജാവ് പറഞ്ഞു. എനിക്കെന്ത് ഗുണം? മൂർഖൻ ചോദിച്ചു. തവള രാജാവ് തൻ്റെ അവസ്ഥ വിവരിച്ചു. എനിക്കെൻ്റെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്താൽ മാത്രമേ സ്വസ്ഥമായി രാജ്യം ഭരിക്കാൻ കഴിയൂ. താങ്കൾ എന്നോടൊപ്പം വരികയാണെങ്കിൽ എൻ്റെ ഓരോ ശത്രുവിനെയും പിടികൂടി തിന്നാനുള്ള അവസരമുണ്ടാക്കാം. പിന്നീട് താങ്കൾക്ക് ഭക്ഷണത്തിനായി അലഞ്ഞു നടക്കേണ്ടി വരില്ല, തവള പറഞ്ഞു. മൂർഖന് സന്തോഷമായി. സംഗതി കേട്ടിട്ട് കൊള്ളാം. പക്ഷേ എനിക്ക് കിണറ്റിൽ കയറാനും ഇറങ്ങാനും നിന്നെപ്പോലെ കൈയും കാലുമില്ല. മാത്രമല്ല, കിണറ്റിൽ വന്നാൽ ഞാൻ മറ്റ് തവളകൾ കാണാതെ എവിടെ ഒളിച്ചു താമസിക്കും? അതിനൊക്കെ വഴിയുണ്ടാക്കാം. നിങ്ങൾ എൻ്റെ മുതുകിൽ കയറി ചുരുണ്ടിരിക്കൂ. ഞാൻ ചുമന്ന് കിണറ്റിനുള്ളിൽ എത്തിക്കാം. അതിനകത്തെ പൊത്തിൽ ഒളിച്ച് താമസിക്കുകയും ചെയ്യാം. തവളയുടെ നിർദ്ദേശം മൂർഖന് നന്നേ ഇഷ്ടപ്പെട്ടു. മൂർഖൻ തവളയുടെ പുറത്ത് ചാടിക്കയറി ചുരുണ്ടിരുന്നു. തവള മൂർഖനെ ചുമന്ന് കിണറ്റിനകത്തെത്തിച്ചു. കിണറ്റിലെ മാളത്തിൽ മൂർഖൻ താമസവുമാക്കി. തവള രാജാവ് തൻ്റെ ഓരോ ശത്രുവിനെയായി മൂർഖന് കാട്ടിക്കൊടുക്കാൻ ആരംഭിച്ചു. മൂർഖൻ നിമിഷങ്ങൾക്കകം അവയെ അകത്താക്കാനും തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. തവള രാജാവിൻ്റെ ശത്രുക്കളെ പിടിച്ചു തിന്ന് മൂർഖൻ തടിച്ചു കൊഴുത്തു. ഒടുവിൽ തവള രാജാവിൻ്റെ ശത്രുക്കൾ മുഴുവനും തീർന്നു. രാജാവിന് സന്തോഷമായി. വളരെ നന്ദിയുണ്ട് സുഹൃത്തെ. താങ്കൾ താങ്കളുടെ ജോലി ഭംഗിയായി ചെയ്തു തീർത്തിരിക്കുന്നു. ഇനി താങ്കൾക്ക് പോകാം, തവള രാജാവ് മൂർഖനോട് പറഞ്ഞു. മൂർഖൻ്റെ ഭാവം അങ്ങ് മാറി. ഞാൻ എങ്ങോട്ട് പോകും? എൻ്റെ പഴയ താമസ സ്ഥലം മറ്റാരെങ്കിലും അപഹരിച്ചിരിക്കും. അതുകൊണ്ട് ഞാനെങ്ങും പോകില്ല. നിങ്ങളാണ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത്. നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നേ പറ്റൂ. നിങ്ങൾ പറയുമ്പോൾ വരാനും പോകാനും ഞാൻ നിങ്ങളുടെ വേലക്കാരനൊന്നുമല്ല. തവള രാജാവ് ദയനീയ അവസ്ഥയിലായി. അങ്ങേക്ക് തിന്നാൻ തരാൻ ഇനി ശത്രുക്കളൊന്നുമില്ല, എൻ്റെ ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ, രാജാവ് പറഞ്ഞു. എനിക്കതൊന്നും അറിയണ്ട. വിശപ്പടക്കാൻ എനിക്ക് ഭക്ഷണം കിട്ടിയാൽ മാത്രം മതി, മൂർഖൻ തീർത്തു പറഞ്ഞു. അപ്പോൾ മുതൽ തവള രാജാവ് തൻ്റെ സുഹൃത്തുക്കളെ മൂർഖന് നൽകാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സുഹൃത്തുക്കളും ഇല്ലാതായി. താമസിക്കാതെ രാജാവിൻ്റെ മക്കളും മൂർഖൻ്റെ ഭക്ഷണത്തിനിരയായി. ഒടുവിൽ രാജാവും രാജ്ഞിയും മാത്രം ശേഷിച്ചു. രാജാവ് വല്ലാത്ത പ്രതിസന്ധിയിലായി. അത് പറയാനുണ്ടോ? രാജ്ഞി കൂടി മൂർഖൻ്റെ ഇരയായാൽ
തൻ്റെ പരമ്പരയിൽപ്പെട്ടവരാരും തന്നെ ഈ ഭൂമുഖത്തുണ്ടാകുകയില്ല. അതോടെ തൻ്റെ പരമ്പരയാകും അവസാനിക്കുക. ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ഒരു വഴിയെന്ന് ആലോചിച്ച് നടക്കുമ്പോൾ തവള രാജാവ് ബുദ്ധിമാനായ ഒരു പക്ഷിയെ കണ്ടുമുട്ടി. എന്താണ് താങ്കൾ വളരെ ദുഃഖിച്ചിരിക്കുന്നത്? പക്ഷി ചോദിച്ചു. തവളരാജൻ തൻ്റെ ദുരിതകഥ മുഴുവനും പക്ഷിയെ പറഞ്ഞു കേൾപ്പിച്ചു. ഒരു നിമിഷം ചിന്തിച്ച ശേഷം പക്ഷി രാജാവിന് ചില ഉപദേശങ്ങൾ നൽകി. അത് പ്രകാരം പ്രവർത്തിക്കാൻ തവളരാജൻ നിശ്ചയിച്ചു. പിറ്റേന്ന് തവളരാജാവും രാജ്ഞിയും മാളത്തിൽ ചെന്ന് മൂർഖനെ സന്ദർശിച്ചു. സുഹൃത്തെ, അങ്ങേക്ക് തിന്നാൻ തരാൻ ഇനി മക്കൾ പോലുമില്ല. ആകെയുള്ളത് ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ്. ഞങ്ങളെ കൂടി തിന്നുകഴിഞ്ഞാൽ പിന്നെ അങ്ങയുടെ കാര്യം വളരെ കുഴപ്പത്തിലാകും. എന്ത് കുഴപ്പം? പിന്നെ അങ്ങേക്ക് ആര് ഭക്ഷണം കൊണ്ടുവന്ന് തരും? തവളരാജൻ ചോദിച്ചു. മൂർഖൻ അതിന് ഉത്തരമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഞാൻ പറയാം. ഞങ്ങൾ കിണറിന് പുറത്തുപോയി മറ്റ് തവളകളെ കൂട്ടിക്കൊണ്ടുവരാം. രാജാവും രാജ്ഞിയും ക്ഷണിച്ചാൽ തവളകൾ സന്തോഷത്തോടെ ഓടിവരുമെന്ന് താങ്കൾക്കറിയാമല്ലോ. അതൊരു നല്ല ആശയമാണെന്ന് മൂർഖന് തോന്നി. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്നാൽ വേഗം പുറപ്പെടൂ, എനിക്ക് വിശന്നു തുടങ്ങി. മൂർഖൻ ധൃതി കൂട്ടി. രാജാവും രാജ്ഞിയും മൂർഖനോട് യാത്ര പറഞ്ഞ് അപ്പോൾ തന്നെ കിണറ്റിന് പുറത്ത് കടന്നു. ഒരു നല്ല കുളം കണ്ടെത്തി അവിടെ താമസവും തുടങ്ങി. പൊട്ടക്കിണറ്റിൽ ഇര കാത്തു കിടന്ന മൂർഖൻ താമസിയാതെ പട്ടിണി കിടന്ന് ചത്തു. ഇത്രയുമാണ് കഥ. നമ്മൾ ഈ കഥ കേൾക്കുമ്പോൾ തവളക്കൂട്ടങ്ങൾക്കൊരു രാജാവും രാജ്ഞിയും, മൂർഖൻ പാമ്പ്, ഇത്രയൊക്കെയാണ് അല്ലേ കഥാപാത്രങ്ങളും. അതിനൊരു തുടക്കവും അതിനൊരു പര്യവസാനവും ഒക്കെ സംഭവിക്കുന്നു. എന്തായാലും വില്ലനായ മൂർഖൻ മരിക്കുകയാണ്, മൂർഖൻ പാമ്പ്. ഈ കഥയിൽ എല്ലാ ഭരണകർത്താക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭരണകർത്താക്കൾ എവിടെയുമാകാം, രാജ്യത്താകാം, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ആകാം, കുടുംബത്താകാം, അല്ലേ? കുടുംബത്തും അങ്ങനെ ഭരണകർത്താക്കളുണ്ട്, കാരണവന്മാരൊക്കെ അങ്ങനെ നമുക്ക് ആ ഗണത്തിൽ പെടുത്താം. മതസ്ഥാപനങ്ങൾ, അല്ലേ? വലിയ ആശ്രമങ്ങളിലുമൊക്കെ നമ്മൾ കാണാറുണ്ട്. എല്ലായിടത്തും ഇതണക്ക് ഒരു അധികാര കൈയാളുന്നൊരു വ്യക്തി ഉണ്ടാകും. എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാവുന്നൊരു കാര്യമാണ് ഈ കഥ. വേറൊന്നുമല്ല, രാജാവിനോട് പ്രജകൾക്ക് എതിർ അഭിപ്രായങ്ങളുണ്ടാകാം, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകാം, യോജിപ്പില്ലായ്മ ഉണ്ടാകാം, തീരുമാനങ്ങളോട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തോട് താല്പര്യക്കുറവുണ്ടാകാം. പക്ഷേ അവരെ ശത്രുവായിട്ട് കണ്ടാലോ, അവരെ നിഗ്രഹിക്കാൻ ആരംഭിച്ചാലോ, പല കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ പല രാജ്യങ്ങളിലും കാണുന്നതാണല്ലോ അല്ലേ, ചിലപ്പോൾ മതങ്ങളുടെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പേരിലായിരിക്കാം, ചില വിഭാഗങ്ങളുടെ പേരിലായിരിക്കും അല്ലേ, ജാതീയമായി അല്ലെങ്കിൽ വർണ്ണപരമായിട്ടും വർഗപരമായിട്ടുമൊക്കെ അല്ലേ ഉള്ളൊരു വേർതിരിവ് കൊണ്ടൊക്കെ ചില വിഭാഗങ്ങളോട് അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിനോ എതിർപ്പുണ്ടാകും. അവരെ ഇല്ലായ്മ ചെയ്യാൻ തുടങ്ങിയാലോ, നിഷ്കാസനം ചെയ്യാൻ തുടങ്ങിയാലോ, ഒരു കൂട്ടരെ നിഗ്രഹിച്ച് കഴിയുമ്പോഴായിരിക്കും മറുകൂട്ടർ ഇതിലും അപ്പുറം പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളും കലാപങ്ങളും കലഹങ്ങളുമൊക്കെ ഉണ്ടാക്കുന്നത്. ഇവരെല്ലാം നിഗ്രഹിക്കാൻ ആരംഭിച്ചാലോ? ഒരു രാജാവ് നിലനിൽക്കുന്നത് ഈ പ്രജകൾ ഉണ്ടായതുകൊണ്ടല്ലേ. പ്രജകളില്ലെങ്കിൽ രാജാവ് എന്തിനാണ്? രാജാവിന് എന്ത് സ്ഥാനമാണുള്ളത്? മറ്റ് രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് ജീവികളുടെ മുന്നിലോ രാജാവിന് എന്തെങ്കിലും വില കാണുമോ? അതുതന്നെയാണ് ഈ കഥയിലും പറയുന്നത്. എല്ലാ ആരാധിക്കപ്പെടുന്ന ബിംബങ്ങളും ആരാധിക്കാൻ ആളുകളുണ്ടായിട്ടല്ലേ ആ ബിംബങ്ങൾക്ക് വിലയുണ്ടാകുന്നത്. തകർന്നടിഞ്ഞ അമ്പലങ്ങളോ അല്ലെങ്കിൽ പള്ളികളോ ആരാധനാലയങ്ങളോ എന്തുമാകട്ടെ, അവിടെ അവശേഷിക്കുന്ന വിഗ്രഹങ്ങൾ, ആ വിഗ്രഹങ്ങളെ ആരും ഗവനിക്കാറില്ല. ഗവനിക്കാൻ അവിടെ ചിലപ്പോൾ ആ പ്രദേശത്ത് ഉദാഹരണത്തിന് ഒരു പ്രകൃതിക്ഷോഭമൊക്കെ വന്ന് ആ ആളുകളൊക്കെ അപ്രതീക്ഷിതമായ ഒരു പ്രദേശമാണെങ്കിൽ അവിടെ ആ വിഗ്രഹങ്ങൾക്കോ ആ ആരാധനാലയത്തിനോ എന്ത് പ്രസക്തിയാണുള്ളത്? മനുഷ്യരുണ്ടെങ്കിലേ ആ വിഗ്രഹങ്ങളൊക്കെ ദൈവങ്ങളാവുകയും ആ ദൈവങ്ങൾക്ക് പുഷ്പാർച്ചന നടത്തുകയും
പ്രാർത്ഥനകൾ ചൊല്ലുകയും ദൈവങ്ങളോട് പ്രാർത്ഥന ചൊല്ലുകയും ആരാധനകൾ അർപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ആ വിഗ്രഹങ്ങൾ എന്തൊക്കെയോ ശക്തിയുള്ള ദൈവങ്ങളായി മാറുന്നത്. ആരാധിക്കാൻ ജനങ്ങളില്ലെങ്കിലോ വിഗ്രഹങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. അത്തരത്തിലാണ് അല്ലേ നമ്മളെ ഭരിക്കുന്ന ഭരണകർത്താക്കൾ. ജനങ്ങളില്ലെങ്കിൽ ഭരണകർത്താക്കൾ എന്തിനാണ്? ഭരണകർത്താക്കൾക്ക് എന്ത് വിലയാണുള്ളത്? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഏറെ ബഹുമാനിക്കേണ്ട ഒരു വിഭാഗം ജനങ്ങൾ തന്നെയാണ് അല്ലേ. ഏത് ഭരിക്കുന്ന വ്യക്തിയും തീർച്ചയായിട്ടും ബഹുമാനിക്കേണ്ടത് അവർ ഭരിക്കുന്ന വ്യക്തികളെയാണ്. അവരാണ് അവരെ വാർത്തെടുത്തത്. അവരാണ് ഈ അധികാരികൾക്ക് സ്ഥാനം നൽകിയത്, അധികാരം നൽകിയത്. അവരില്ലെങ്കിൽ ഈ അധികാരികളില്ല. അതിപ്പോൾ ഏത് പ്രസ്ഥാനമായിക്കോട്ടെ, ഏത് ബിസിനസ് സംരംഭമായിക്കോട്ടെ, എന്തുമാകട്ടെ, അവിടുത്തെ തൊഴിലാളികളോ ഉദ്യോഗസ്ഥരോ ഇല്ലെങ്കിൽ എങ്ങനെ അവരുണ്ടാവും? ഒരിക്കലുമില്ല. അവർ നിഷ്പ്രഭമായി പോകും. ഈ ഒരു വലിയ തത്വമാണ് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാവുന്നത്. എനിക്ക് മനസ്സിലായത്. ചിലപ്പോൾ നിങ്ങൾക്ക് അതിനപ്പുറമൊക്കെ വേണമെങ്കിൽ വായിച്ചെടുക്കാൻ സാധിക്കുമായിരിക്കും. അങ്ങനെ സാധിക്കട്ടെ അല്ലേ. ഒന്ന് കഥയെക്കുറിച്ചൊന്ന് ചുമ്മാ ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കും. ചുമ്മാ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ടും കടന്നു വരും. ഇതെനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെയൊക്കെ ആലോചിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വിഗ്രഹങ്ങൾ വീണുടയാതിരിക്കാൻ തീർച്ചയായിട്ടും അവരെ വാഴ്ത്തുന്ന ജനങ്ങളുണ്ടാവണം. ഭരണകൂടങ്ങൾ വീഴാതിരിക്കാൻ അവിടെ ജനങ്ങളുണ്ടാവണം. ജനങ്ങൾക്ക് സന്തോഷവും സുഖവും സൗഖ്യവും ഒക്കെ ഉണ്ടാകണം. ജനങ്ങളെ നിഗ്രഹിക്കാൻ ഇറങ്ങുന്ന ഭരണകർത്താക്കൾ ഒരിക്കലും ഒറ്റയ്ക്കാവും. അവർക്ക് ഭരിക്കാൻ ജനങ്ങളില്ലാതാകുമ്പോൾ അധികാരവും ഇല്ലാതാകും. ശത്രുക്കൾ അവരുടെ മേൽ ചാടി വീഴും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാരം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഇവിടെ ചൊല്ലുന്നു ബോണി.